എല്ലാവർക്കും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ 11th ലെക്ചറിലേക്ക് സ്വാഗതം. നോക്കൂ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കപ്പാസിറ്റേഴ്സിൻ്റെ ബേസിക്സ് ഒക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എന്താണ് കപ്പാസിറ്റി, എന്താണ് കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണ് എന്നൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷനിലേക്കാണ് പോകാനുള്ളത്. ഒന്നിലധികം കപ്പാസിറ്റേഴ്സ് നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാം? റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ ഓൾറെഡി നമ്മൾ 10th പഠിച്ചതാണ്. അതുപോലെ കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന് നോക്കൂ, ഒരു സർക്യൂട്ടിൽ ഒരു സെല്ലിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യല്? ഒരു സെല്ലിന് രണ്ട് ലൈൻസ് വെച്ചിട്ട് അല്ലേ, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഈ വലുത് പോസിറ്റീവായിട്ടും ചെറുത് നെഗറ്റീവായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക, ആണല്ലോ? ആണ്. അതുപോലെ നമുക്ക് ഒരു റെസിസ്റ്ററിനെ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഈ രൂപത്തിലാണ് നമ്മൾ റെസിസ്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യല്, അല്ലേ? റെസിസ്റ്റൻസ്, ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ ഓരോന്നിനുണ്ട് നമുക്ക് പിന്നെ ഓരോ സിമ്പിളിലെ വോൾട്ട് മീറ്ററിനെ നമ്മൾ വീന്ന് ഈ രൂപത്തിലേക്ക് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇതാണ് നമുക്ക് വോൾട്ട് മീറ്റർ. ഒരു അമ്മീറ്ററിനെ നമ്മൾ ക്യാപിറ്റൽ ചെയ്യാനെ സർക്കിളിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ ഇതാ റെപ്രസെൻറ്റ് ചെയ്യും, ആണല്ലോ? ഇതുപോലെ നമ്മൾ ഒരു കപ്പാസിറ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു കപ്പാസിറ്റർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കൂ, രണ്ട് പാരലൽ ഇക്വിഡിസ്റ്റൻ്റ് ലൈൻസ് വെച്ചിട്ടാണ്. നോക്കൂ, പാരലായിട്ട് രണ്ട് ലൈൻസ്, 1 2 ലൈക്ക് ദിസ്. ഇതാണ് കപ്പാസിറ്റൻസ്. സെല്ലിൽ നോക്കൂ, ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. എന്നാൽ കപ്പാസിറ്ററിൽ അങ്ങനെയല്ല, രണ്ടും പാരലാണ്, അതോടൊപ്പം തന്നെ ഒരേ സൈസുള്ള. ഇതാണ് ഒരു കപ്പാസിറ്റർ. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി നമ്മൾ C1 എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ സിമ്പിൾ നമ്മൾ ഈ രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? നോക്കൂ, രണ്ട് പാരലൽ ലൈൻസ് കണ്ടോ, ലൈക്ക് ദിസ്. സ്വാഭാവികമായിട്ടും ഇതിൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കും. ആദ്യമുള്ളത് നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്. എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാവാം? ഒരു റെസിസ്റ്ററിന് നോക്കൂ, പൊളാരിറ്റി ഇല്ല. റെസിസ്റ്ററിന് പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല. അപ്പോൾ റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷനും കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷനും തമ്മിലുള്ള മേജർ ഡിഫറൻസ് അതാണ്. ഇതിന് പൊളാരിറ്റി ഇല്ല, ഇതിന് പൊളാരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് പൊളാരിറ്റി കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ സംസാരിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു കപ്പാസിറ്ററിനെ സർക്യൂട്ടിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. നോക്കൂ, നമുക്ക് രണ്ട് ടൈപ്പ് കോമ്പിനേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കോമ്പിനേഷനാണ് സീരീസ് കോമ്പിനേഷൻ. കണ്ടല്ലോ, സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നോർമലി കപ്പാസിറ്റേഴ്സ് നോക്കൂ, കാലി കപ്പാസിറ്റർ ആവില്ല, എംറ്റി കപ്പാസിറ്ററാണ്, എംറ്റി ചാർജ്ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കപ്പാസിറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡ് നോക്കൂ. ഇതാണ് ഒന്നാമത്തെ കപ്പാസിറ്റർ എടുത്തു. അപ്പോൾ ഈ സമയത്ത് ഇതിൽ ഒരാൾ പോസിറ്റീവാണ് മറ്റേയാൾ നെഗറ്റീവാണെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. നമ്മൾ നോർമലി കപ്പാസിറ്ററിൽ ഞാൻ നിങ്ങൾക്ക് കപ്പാസിറ്ററിൻ്റെ ഇമേജ് കാണിച്ചു തന്നാണ്. കപ്പാസിറ്ററിൽ ഒരു രണ്ട് ടെർമിനൽസ് ഉണ്ടാവും. ഒരു ടെർമിനലിൽ പോസിറ്റീവ് എന്നും മറ്റേ ടെർമിനൽ നെഗറ്റീവ് എന്നും അവിടെ ഓൾറെഡി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ചാർജൊന്നും ഇല്ലാത്ത ഒരു കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അത്തരം രണ്ട് കാലി കപ്പാസിറ്റർ എംറ്റി കപ്പാസിറ്റേഴ്സാണ് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നേരെ ഒന്ന് മറ്റേനോട് എൻഡ് ടു എൻഡ് കണക്ഷൻ നടത്തിയാൽ മതി. എന്നാൽ പ്രശ്നമാവുന്നത് ഇതുപോലെ സെല്ല് കണക്ട് ചെയ്യുമ്പോഴാണ്. നോക്കൂ, ഇവിടെ ഒരു സെല്ല് അല്ലെങ്കിൽ ബാറ്ററി അല്ലെങ്കിൽ ജനറേറ്റർ ഒക്കെ ഇട്ട് നമ്മളിതിനെ കണക്ട് ചെയ്യുന്ന സമയത്താണ്. അതെങ്ങനെ? അപ്പോൾ നോക്കി, ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റിയാണ്, ഇവിടെ നെഗറ്റീവാണ്. ഇനി ഇവിടെ പ്രശ്നമാകാൻ പോവാണ്. നോക്കിയോ, ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എന്താ വരിക? ഇവിടെ പ്ലസ്. റെഡി അല്ലേ? ഇത് നെഗറ്റീവാണ്, അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ നെഗറ്റീവ്. നല്ലോണം ശ്രദ്ധിക്കണം. ഇനി നോക്ക്, ഈ ഭാഗം നോക്ക്, ഈ C1ൻ്റെ സെക്കൻഡ് പ്ലേറ്റ്, അതായത് ഇത്രയും ഭാഗം ഇത്രയും ഭാഗം നോക്കൂ. യെസ്, ഇത്രയും പാർട്ട്, ഈ പാർട്ട് എന്ന് പറയുന്നത് നോക്കൂ ഒരു സിംഗിൾ എലിമെൻറ്റാണ്, അല്ലേ? ഒറ്റ കണ്ടക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇയാൾക്ക് ഈ ഫസ്റ്റ് പ്ലേറ്റിന് സെക്കൻഡ് പ്ലേറ്റായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഫസ്റ്റ് പ്ലേറ്റ് നോക്കൂ, ഈ കണ്ടക്ടറിൻ്റെ ഈ ഭാഗത്ത് നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, നെഗറ്റീവ് ചാർജ്. അതോടൊപ്പം തന്നെ അത്ര തന്നെ വേക്കൻസി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം അത് നെഗറ്റീവാണ്, നെഗറ്റീവ് പോസിറ്റീവിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചത് നോക്ക്, ഇപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ചാർജായി വന്നപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ എന്ത് സംഭവിച്ചു? ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ
നെഗറ്റീവ് ടെർമിനൽ രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലായിട്ടാണ് കണക്ഷൻ. ഓപ്പോസിറ്റ് പൊളാരിറ്റിയുമായിട്ടാണ് ഇവിടെ റിലേഷൻ വന്നത്. നമ്മൾ ആദ്യം അങ്ങനെ കൊടുത്തതല്ല, കാരണം അൺചാർജ്ഡ് കപ്പാസിറ്റർ ആയിരുന്നു നമ്മുടെ കയ്യിലെങ്കിൽ നമ്മൾ എൻഡ് ടു എൻഡ് കണക്ഷനാണ് നടത്തിയത്. പക്ഷേ ചാർജ് കൊടുത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസിൽ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വന്നത് നോക്കൂ ഈ രൂപത്തിലാണ്. അപ്പോൾ നമുക്കിതിൽ കൺക്ലൂഡ് ചെയ്യാം, ഓപ്പോസിറ്റ് പൊളാരിറ്റീസ് ആണ് ഒരുമിച്ച് കണക്ട് ചെയ്യേണ്ടത്. ആരുടെ കേസിൽ? സീരീസ് കോമ്പിനേഷനിൽ. ഇനി നോക്കൂ, സീരീസ് കോമ്പിനേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ റെസിസ്റ്ററിൽ സംസാരിച്ചിട്ടുണ്ട്. ഇൻ സീരീസ് കോമ്പിനേഷൻ കറൻറ്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് ദ സെയിം എന്ന് സീരീസ് കോമ്പിനേഷനിൽ പണ്ട് 10th പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പറയാൻ പോകുന്നുണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, നോക്കൂ, ഇവിടെ കറണ്ട് ഇല്ല, കാരണം ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. മനസ്സിലായോ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഈ കണ്ടക്ടറിൽ കപ്പാസിറ്റർ ചാർജ് ആകുന്നത് വരെ ഇതിലൂടെ കറണ്ട് പോകുള്ളൂ. സ്റ്റാറ്റിക് കണ്ടീഷനിൽ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ആകുന്നത് വരെ പറഞ്ഞാൽ അതിന് ഫ്യൂ മൈക്രോ സെക്കൻഡ്സ് ഒക്കെയാണ് അതിനെടുക്കുക. അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ സ്വിച്ച് ഓൺ ആക്കുമ്പോഴേക്കും കപ്പാസിറ്റർ ചാർജ് ആയിട്ടുണ്ടാവും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കൂ, ബാക്കി അതിൻ്റെ ഡെപ്തിലേക്ക് പോകാം. അപ്പോൾ ഇൻ സീരീസ് കോമ്പിനേഷനിൽ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റില്ല, കറണ്ട് കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല. പകരം നമ്മൾ പറയല് ചാർജ് കോൺസ്റ്റൻ്റ് എന്നാണ്. ഇൻ സീരീസ് കോമ്പിനേഷൻ ആരാ കോൺസ്റ്റൻ്റ്? ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ ഈസ് ദ സെയിം. ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ ഈസ് ദ സെയിം. എല്ലാ കപ്പാസിറ്ററിലെയും ചാർജ് എന്താണ്? സെയിം ആണ്. ഈ ചാർജ് സെയിം ആണെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഞാൻ ഇവിടുത്തെ ചാർജ് ക്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയും ചാർജ് എത്രയാണ്? ക്യൂ. എന്ന് വെച്ചാൽ ശരിക്കും ഒരു ക്യൂ ഉള്ളൂ. ആ ക്യൂ ഈ കപ്പാസിറ്ററിലും എല്ലാത്തിലും റിഫ്ലക്റ്റഡ് ആവുകയാണ്. എല്ലാത്തിലും അത് പ്രസൻ്റ് ആയിരിക്കും. ഒരു ചാർജാണ് ആക്ച്വലി അവിടെ ഉള്ളത്. ആ ചാർജ് എല്ലാ കപ്പാസിറ്ററിലും റിഫ്ലക്റ്റഡ് ആവുന്നു. നോക്കൂ നമുക്ക്. പക്ഷേ ഇവിടെ ആകെ നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? V ആണ്. എന്നാൽ ഇവിടെ ഓരോന്നിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആണ്. ചാർജ് സെയിം ആണ്, ബട്ട് PD അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഈസ് ഡിഫറൻറ്റ്. ഓരോന്നിനും അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റാണ്. നോക്കൂ, ഇതിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എടുത്ത് നോക്കിയാൽ ലെറ്റ് ഇറ്റ് ബി V1. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇയാൾക്ക് അക്രോസിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? V2. നൗ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to V1 plus V2. ആകെ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഒരു പാർട്ട് ഇവിടെ വന്നു, ഒരു പാർട്ട് ഇവിടെ വന്നു. V is equal to V1 plus V2. ഇനി നോക്കൂ, ഇതെന്താ? ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാൽ V is equal to Q by C ആണല്ലോ. അപ്പോൾ ടോട്ടൽ ചാർജ് എത്ര തന്നെയാണ്? Q എന്നുള്ളൂ, അല്ലാതെ Q plus Q പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, ഒരേ ചാർജ് തന്നെയാണ് എല്ലായിടത്തും റിഫ്ലക്റ്റഡ് ആവുന്നത്. അപ്പോൾ Q ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റി എത്ര? ഇവിടെ ഇഫക്റ്റീവ് കപ്പാസിറ്റി വെൻ കണക്റ്റഡ് ഇൻ സീരീസ്, അതുകൊണ്ട് ഞാൻ CS എന്ന് പേര് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു V1 ആരാ? എഗെയിൻ Q, അതിലുള്ള ചാർജ്, അതായത് ഇതിലുള്ള ചാർജ് ഡിവൈഡ് ബൈ ഇതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ കപ്പാസിറ്റി എത്ര? C1 പ്ലസ് Q ഡിവൈഡഡ് ബൈ C2 ആണല്ലോ. ഇവിടുത്തെ ചാർജ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കപ്പാസിറ്റി. നോക്കൂ, Q കോമൺ ആണ്, ക്യാൻസൽ ചെയ്യാം. കണ്ടോ, Q ക്യാൻസൽഡ്. നൗ വാട്ട് യു ഗോട്ട്? 1 by CS is equal to 1 by C1 plus 1 by C2. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഇക്വേഷൻ. നോക്കൂ, സിമിലർ ടൈപ്പ് ഓഫ് ഇക്വേഷൻ റെസിസ്റ്റേഴ്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് കിട്ടിയത് പാരലൽ കോമ്പിനേഷനിലാണ്, സീരീസിലല്ല. ഇനി ഇവിടെ രണ്ടേ ആളുള്ളെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? സിംപ്ലി അല്ലേ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്താൽ മതി. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്ന് കിട്ടും. C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇനി ജനറൽ ഇക്വേഷനോ? ജനറൽ ഇക്വേഷൻ 1 by CS is equal to 1 by C1 plus 1 by C2 plus etc. plus 1 by Cn എന്ന രൂപത്തിലേക്ക് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി എല്ലാ കപ്പാസിറ്റേഴ്സും ഒരേ കപ്പാസിറ്റി ആണെങ്കിലോ?
അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം 1/CS is equal to 1/C + 1/C പ്ലസ് അങ്ങനെ അങ്ങനെ പോവും അല്ലേ. അങ്ങനെ 1/C എത്ര 1/C ഉണ്ടാവും n × 1/C. അപ്പോൾ CS എത്ര വരിക C/n ആണല്ലോ, കാരണം അത് n/C. അപ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ C/n. വ്യക്തമായില്ലേ? ഇതാണ് സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ശരിക്കും പഠിക്കുക. സീരീസ് കോമ്പിനേഷനിൽ എന്തൊക്കെയാണ് അപ്പോൾ ഏറ്റവും പ്രധാനം? ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ ഈസ് ദ സെയിം. ഈക്വൽ എന്ന് മാത്രമല്ല ഞാൻ കൊടുത്തത്, ദ സെയിം എന്നാണ് കൊടുത്തത് കേട്ടോ. ഈക്വലും സെയിമും ഇല്ല, ഈക്വലും ഇല്ല, ഡിഫറൻ്റ് ആണ്, മനസ്സിലാക്കുക. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഈസ് ഡിഫറെൻറ്റ്. ഓരോന്നിനും അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? അത് ഡിഫറൻ്റാണ്. ഇവിടുത്തെ V1 ആണ്, ഇവിടുത്തെ V2 ആണ്. ഓക്കെ, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ അപ്ലൈഡ് PD കിട്ടും. അങ്ങനെയാണ് നമ്മളതിനെ സോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ പാരലൽ കോമ്പിനേഷനിലേക്ക് പോകാം. അതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അൺചാർജ്ഡ് കപ്പാസിറ്ററാണ് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ സീരീസ് കോമ്പിനേഷൻ ആക്കാൻ പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ കപ്പാസിറ്റർ എടുക്കുക, എന്നിട്ട് അത് അടുത്ത കപ്പാസിറ്ററായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനെ എൻഡ് ടു എൻഡ് ഇങ്ങനെ കണക്ഷനിൽ പോയാൽ മതി. പക്ഷേ ഓൾറെഡി ചാർജ്ഡ് കപ്പാസിറ്ററാണ് തന്നതെങ്കിലോ, അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തും കൂടി ശ്രദ്ധിക്കണം, ഈ നെഗറ്റീവ് പോസിറ്റീവ് ഏറ്റവും അടുത്തതിൻ്റെ നെഗറ്റീവ് അടുത്തതിൻ്റെ പോസിറ്റീവ് ഏറ്റവും അങ്ങനെ ഓപ്പോസിറ്റ് പൊളാരിറ്റീസ് വേണം കണക്ട് ചെയ്ത് പോകാൻ. മനസ്സിലായല്ലോ? നമ്മൾ രണ്ടെണ്ണമുള്ള ഡയഗ്രം വരച്ച് ഇനി അടുത്തൊരാൾ കൂടി വരുമ്പോൾ മൂന്നാമത്തെ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇയാളെ നെഗറ്റീവ് മൂന്നാമത്തതിൻ്റെ പോസിറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. റെഡി? എന്നാൽ empty കപ്പാസിറ്റേഴ്സ് തരുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. റെഡി അല്ലേ? empty കപ്പാസിറ്റേഴ്സ് തരുമ്പോൾ അതിനെ പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റ് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ, കാരണം ആരും പോസിറ്റീവ് ആയിട്ടില്ല, ആരും നെഗറ്റീവ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സീരീസ് കോമ്പിനേഷനിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണത്. ചില പ്രോബ്ലം നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ധാരണ നന്നായി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഏത് ഓപ്പോസിറ്റ് പൊളാരിറ്റീസ് ആണ് ഒരുമിച്ച് കണക്ട് ചെയ്യേണ്ടത് എന്ന യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ചില പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയുള്ളൂ. യെസ്, ഞാൻ അടുത്തേക്ക് പോവാം. പാരലൽ കോമ്പിനേഷൻ. ഇവിടെ നമുക്ക് 3 കപ്പാസിറ്റേഴ്സിനെ ഞാൻ പാരലലി കമ്പൈൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പോയി നോക്കുക. നോക്കൂ, സപ്പോസ് ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ്. അങ്ങനെയാണ് എന്താ സംഭവിക്കുക? ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് എത്തും അല്ലേ? ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ എന്താ? ഇവിടെ പോസിറ്റീവ്, ഇവിടെ എന്താ? ഇവിടെ പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ് ആണല്ലോ. ഇത് നെഗറ്റീവ്, നോക്കൂ, നെഗറ്റീവ് ആൻഡ് ഹിയർ ഓൾസോ ഇറ്റ് ഈസ് നെഗറ്റീവ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെന്താ കണ്ടത്? നേരത്തെ നമ്മൾ കണ്ടത് ഒന്നാമത്തതിൻ്റെ പോസിറ്റീവ് രണ്ടാമത്തതിൻ്റെ നെഗറ്റീവായിട്ടായിരുന്നു കണക്ഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ അല്ലേ, മൂന്നാമത്തതിൻ്റെ പോസിറ്റീവായിട്ട് പിന്നെ കണക്ഷൻ വരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. എല്ലാ കപ്പാസിറ്റേഴ്സിൻ്റെയും പോസിറ്റീവുകളൊക്കെ ഒരുമിച്ചും നെഗറ്റീവുകളൊക്കെ ഒരുമിച്ചുമാണ്. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. എല്ലാ കപ്പാസിറ്റേഴ്സിൻ്റെയും ഐഡൻറ്റിക്കൽ ടെർമിനൽസിനെ ഒരുമിച്ചും ആണ് കണക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവൊക്കെ ഒരുമിച്ച്, നെഗറ്റീവൊക്കെ ഒരുമിച്ച്. അപ്പോഴാണ് പാരലൽ കോമ്പിനേഷൻ ആവുക. ഇത് നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഞാൻ ഇവിടെ ആകെ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? V അല്ലേ? നോക്കൂ, ഇവിടെ ഓരോ കപ്പാസിറ്ററിന് അക്രോസിലും ഉള്ള കപ്പാസിറ്റി എന്ത് തന്നെയായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര തന്നെയാണ്? V തന്നെയാണ്. എന്താ കാരണം? കാരണം നോക്കാം. നോക്കൂ, ഈ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന് ഈക്വലാണ് അല്ലേ? ഇതാ, അതായത് ഈ AB എന്ന് ഞാൻ അതിന് പേരെടുക്കുകയാണ് തൽക്കാലം. എക്കും ബിക്കും അക്രോസിൽ ഞാൻ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത്, നോക്കൂ, ആ AB എന്ന് പറഞ്ഞത് ഈ സെല്ലിന് അക്രോസിലാണ്, അല്ലെങ്കിൽ ബാറ്ററിക്ക് അക്രോസിലാണ്. അപ്പോൾ ഇത് 10 വോൾട്ട് ആണെങ്കിൽ ഈ ABൻ്റെ അക്രോസിൽ ഞാൻ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ അത് എത്ര കാണിക്കുക? ഈ 10 വോൾട്ട്. മനസ്സിലായോ? ഈ EMF സോഴ്സ് എന്നാണ് നമ്മളിതിനെ പറയാം. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കും. ഈ EMF സോഴ്സിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇത് കാണിക്കുക. നിൽക്കട്ടെ, ഇതൊക്കെ ആരാ? ഇത് നമ്മൾ കണക്റ്റിംഗ് വയേഴ്സ് എന്ന് പറയാം. കണക്റ്റിംഗ് വയേഴ്സിന് റെസിസ്റ്റൻസ് ഒന്നുമില്ല. ഓക്കെ, ഇനി നോക്കൂ, ഈ പോയിന്റിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റും. ഈ പോയിന്റും സെയിം ആണ്, കാരണം ഇതിൻ്റെ ഇടയിലും വേറെ എലിമെൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഈ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന് പകരം നിങ്ങൾക്ക് ഈ പോയിന്റ് കൊടുക്കുക. ഈ പോയിന്റിന് അക്രോസിൽ ഞാൻ കണക്ട് ചെയ്താൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ എന്തിന് അക്രോസിലാണ് കണക്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരം പറയാം. ഒന്ന്, ഞാൻ കണക്ട് ചെയ്തത് ഈ EMF സോഴ്സിന് അല്ലെങ്കിൽ ഈ സെല്ലിന്, ഈ ബാറ്ററിക്ക് അക്രോസിലാണെന്ന് പറയാം.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറയാം ഞാൻ കണക്ട് ചെയ്തത് നോക്കൂ ഈ C1 അക്രോസിലാണ് ഞാൻ കണക്ട് ചെയ്തത്, ഞാൻ കണക്ട് ചെയ്തത് C2 അക്രോസിലാണ്, ഞാൻ കണക്ട് ചെയ്തത് C3 അക്രോസിലാണ്. ഇതൊക്കെ സെയിമാണ്. ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഞാൻ കണക്ട് ചെയ്തത് ഈ കോമ്പിനേഷന് അക്രോസിലാണ്. ഇതൊക്കെ സെയിമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ കോമ്പിനേഷൻ അക്രോസിൽ C1 അക്രോസിൽ C2 അക്രോസിൽ C3 അക്രോസിൽ സെല്ലിന് അക്രോസിൽ ഒക്കെ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വലാണ് എന്നാണ് പറഞ്ഞതിൻ്റെ മീനിങ്. എന്ന് വെച്ചാൽ ഇൻ പാരലൽ കോമ്പിനേഷൻ PD across each capacitor is the same. PD across each capacitor സെയിം ആണ്. പിന്നെ എന്തിലാണ് ഡിഫറൻസ് ഉള്ളത്? ചാർജിലെ ഡിഫറൻസ്. നോക്കൂ, ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ, കാരണം ഇതിൻ്റെ കപ്പാസിറ്റി C1 ആണ്, കാരണം ചാർജിൻ്റെ ഇക്വേഷൻ എന്താ, Q is equal to CV എന്നല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ V എല്ലാവർക്കും സെയിമാണ്, പക്ഷേ C എല്ലാവർക്കും സെയിം അല്ല. അത് C1 ആണ്, C2 ആണ്, C3 ആണ്. അപ്പോൾ ഓരോന്നിലും സ്റ്റോർ ചെയ്ത ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും. മനസ്സിലായോ? ചാർജ് ഓരോന്നിലും ഡിഫറൻറ്റ്. അപ്പോൾ Q1 Q2 Q3. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് നമുക്ക് എന്ത് എഴുതാം? Q is equal to Q1 plus Q2 plus Q3 എന്നെഴുതാം. ക്ലിയർ അല്ലേ? ടോട്ടൽ ചാർജാണ് Q. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ കപ്പാസിറ്റി. അതാരാ? ഇഫക്റ്റീവ് കപ്പാസിറ്റി CP. കപ്പാസിറ്റി ഈസ് വെൻ കണക്റ്റഡ് ഇൻ പാരലൽ into potential difference, that is equal to C1V plus C2V plus C3V. നമ്മൾ 3 കൊടുത്തുള്ളൂ, 2 ആണെങ്കിൽ 2. നോക്കൂ, V എല്ലാ സ്ഥലത്തും കോമൺ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ V നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി ആരുള്ളത്? CP is equal to C1 plus C2 plus C3. മനസ്സിലായോ? CP is equal to C1 plus C2 plus C3. ഇതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റി. ഇനി ഒക്കെ ഐഡൻറ്റിക്കൽ കപ്പാസിറ്റി ആണെങ്കിൽ എന്താ വരിക? അപ്പോൾ CP is equal to NC. എല്ലാവർക്കും വ്യക്തമായല്ലോ? യെസ്. ഇനി ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നു. സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ കണ്ട പ്രത്യേകത എന്താണ്? അവിടെ ചാർജ് ഓരോന്നിലുള്ളത് സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെൻ്റ് ആണ്. പാരലലിലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്, ചാർജ് ഡിഫറെൻ്റ് ആണ്. സീരീസ് കോമ്പിനേഷനിൽ പൊളാരിറ്റി എങ്ങനെയാണ്? ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ് ഒരുമിച്ച് കണക്ട് ചെയ്തത്. പാരലൽ കോമ്പിനേഷനിലോ ഒരേ പൊളാരിറ്റി ഉള്ള ടെർമിനൽസിനെയാണ് നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നത്. ഇത്രയും പാർട്ട് ഓക്കെ ആണല്ലോ? യെസ്. ഇനി നോക്കൂ അതിൻ്റെ ചില പോയിൻറ്റ്സിലൂടെ, നമ്മളിതുവരെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്, ആ പോയിൻറ്റിലൂടെ ഒന്ന് പാസ് ചെയ്യാം. നോക്കൂ, വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് സീരീസ് കോമ്പിനേഷനിൽ കേട്ടോ, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ്. എന്ന് വെച്ചാൽ എന്താ? നോക്കൂ, 10 മൈക്രോഫാരഡ്, 20 മൈക്രോഫാരഡ്, 30 മൈക്രോഫാരഡ് 3 കപ്പാസിറ്റേഴ്സ് നിങ്ങളോട് സീരീസ് കോമ്പിനേഷനിൽ കമ്പൈൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് കൂട്ടത്തിൽ ഏറ്റവും ചെറുതാരാണോ അയാളെക്കാളും ചെറുതായിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റി. എന്ന് വെച്ചാൽ 10ഉം 20ഉം 30ഉം സീരീസ് കോമ്പിനേഷൻ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി ഒരു പ്രൊഡിക്ഷൻ കൊടുക്കാം. എന്താ? ഇഫക്റ്റീവ് കപ്പാസിറ്റി ഷുഡ് ബി ലെസ് ദാൻ 10 മൈക്രോഫാരഡ്. കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണോ ആരാണോ അയാളെക്കാൾ ചെറുതായിരിക്കും. മനസ്സിലായല്ലോ? എന്നാൽ പാരലല്ലോ CP C1 plus C2 plus C3 ഇങ്ങനെയല്ലേ പോവുക. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലുതാരാണോ അയാളെക്കാൾ വലുതായിരിക്കും ആര്? ഇഫക്റ്റീവ് കപ്പാസിറ്റി. മനസ്സിലായല്ലോ? അതാണ് ഈ 2 പോയിന്റുകൾ. നെക്സ്റ്റ്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. 3 കപ്പാസിറ്റി എന്നിട്ട് ഹൗ വിൽ യു കമ്പൈൻ ദം ടു ഗെറ്റ് ആൻ ഇഫക്റ്റീവ് കപ്പാസിറ്റി ലെസ് ദാൻ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ മറ്റു ഇതിലൊന്നും നോർമലി കാണൂലത്. ഇൻ സീരീസ് കോമ്പിനേഷൻ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ഫസ്റ്റ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് സെക്കൻഡ് ആൻഡ് പോസിറ്റീവ് ഓഫ് സെക്കൻഡ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ഓഫ് ദ തേർഡ് ആൻഡ് സോ ഓൺ. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ് നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്യേണ്ടത്. എവിടെ? സീരീസ് കോമ്പിനേഷനിൽ. എന്നാൽ പാരലൽ കോമ്പിനേഷനിലോ ഓൾ പോസിറ്റീവ് ടെർമിനൽസ് കണക്റ്റഡ് ടുഗദർ ആൻഡ് ഓൾ നെഗറ്റീവ് ടെർമിനൽസ് കണക്റ്റഡ് ടുഗദർ. റെഡി അല്ലേ? നമുക്ക് ചില സിമ്പിൾ പ്രോബ്ലത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 3 capacitors of capacitances 2 picofarad, 3 picofarad, 4 are connected in parallel. What is the total capacitance of the combination? Yes.
അപ്പോൾ ഇതിന് ഡയഗ്രം ഒന്നും ആ ക്വസ്റ്റ്യന് ഡയഗ്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും നമ്മൾ ഡയഗ്രം കാണിക്കുകയാണ്, കാരണം അതിനൊരു സെക്കൻഡ് പാർട്ടും കാണുന്നുണ്ട്. ഓക്കെ, 3 എണ്ണമാണ്. യെസ്, ഇത് 2 PF and this is 3 picofarad and here it is 4 picofarad. ഇഫക്റ്റീവ് കപ്പാസിറ്റി ആണ് എ പാർട്ടിൽ ചോദിച്ചത്. അപ്പോൾ CP is equal to C1 plus C2 plus C3. ഇക്വേഷൻ ഒരു സ്റ്റെപ്പ് പ്രോബ്ലം ചോദിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും കേട്ടോ. ഫസ്റ്റ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാ പ്രോബ്ലംസ് നമ്മൾ നോട്ട്ബുക്കിൽ കാണണം കേട്ടോ, ക്വസ്റ്റ്യനും ആൻസറൊക്കെ കാണണം. അപ്പോൾ ഇവിടെ 2 PF ഒക്കെ PF ആണ്. അപ്പോൾ 2 + 3 + 4 PF ഞാൻ പുറത്തിട്ടാം. Therefore the answer is 9 picofarad. 9 picofarad ആദ്യത്തെ പാർട്ടായി. ഇനി സെക്കൻഡ് പാർട്ട് നോക്കും. ഡിറ്റർമിൻ ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു 100 വോൾട്ട് സപ്ലൈ. നോക്കൂ, ഈ കോമ്പിനേഷൻ്റെ അക്രോസിൽ നമ്മൾ ഒരു 100 വോൾട്ട് സപ്ലൈ കൊടുത്തു. യെസ്, ഹിയർ 100 വോൾട്ട് സപ്ലൈ. അങ്ങനെയാണെങ്കിൽ ഓരോന്നിലുള്ള ചാർജ് എത്രയാണ്? ലെറ്റ് മി കോൾ ദിസ് SC1, ദിസ് ഈസ് C2, ദിസ് ഈസ് C3. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബി പാർട്ട് നമുക്ക് ചെയ്യാം. നോക്കൂ, 100 വോൾട്ടാണ് ഇവിടെ കൊടുത്തത്. ഇതെന്ത് കോമ്പിനേഷനാണ്? പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? ഇൻ പാരലൽ കോമ്പിനേഷൻ PD അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഇസ് ദ സെയിം ആണ്. അപ്പോൾ മൊത്തം 100 ആണെങ്കിൽ C1 അക്രോസിൽ എത്ര? 100. C2 അക്രോസിൽ എത്ര? 100. C3 അക്രോസിൽ എത്ര? 100. അപ്പോൾ നോക്കൂ, Q1 നമുക്ക് എന്ത് എഴുതാം? Q1 is equal to C1V, കാരണം പാരലൽ കോമ്പിനേഷനിൽ V കോൺസ്റ്റൻ്റാണ്. Therefore 2 into pico എന്ന് പറഞ്ഞാൽ 10⁻⁻12 into 100. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 10⁻². ഈ 2 0 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ 10⁻². ഓക്കെ, അത്രയും എന്ത് കൂളാം, അത്രയും കൂളാം. ക്ലിയർ ആണല്ലോ? യെസ്. അതുപോലെ ഇനിയിപ്പം ബാക്കി ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് C2V Q2. C2 എത്ര? 3. അപ്പോൾ 3 into 10⁻⁻12 into 10⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into 10⁻⁻10 കൂളോം. And finally Q3 is equal to C3V, 4 into 10⁻⁻12 into 10⁻². That is equal to 4 into 10⁻⁻10 കൂളോം. മനസ്സിലായോ? യെസ്. ഞാൻ അടുത്തതിലേക്ക് പോട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ദിസ് ഈസ് അനദർ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഇവിടെ കാൽക്കുലേറ്റ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അക്രോസ് AB. ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഏതാണ്? ബി ഇതാണ്. ABൻ്റെ അക്രോസിലുള്ള കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ABക്ക് അക്രോസിലുള്ള കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇത് സീരീസ് ആണോ പാരലൽ കോമ്പിനേഷൻ ആണോ എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പ്രയാസമാണ്. കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ ഇയാളും ഇങ്ങനെ സീരീസ് കോമ്പിനേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ ഞാൻ സോൾവ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ട് അല്ലേ? ഒന്ന് അതിൻ്റെ അടുത്ത്, പിന്നെ അതിൻ്റെ അടുത്തത്, അങ്ങനെ അതിൻ്റെ ഇടയിൽ വേറെ കോമ്പിനേഷൻ ഒന്നും പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഐഡിയ നമ്മളെ കയ്യിലുണ്ട്. അതേപോലെ പാരലൽ കോമ്പിനേഷൻ നമ്മളുണ്ട് അല്ലേ? ഇങ്ങനെ താഴോട്ട് ഇങ്ങോട്ട് എല്ലാത്തിനും ഒരുമിച്ച് കണക്ട് ചെയ്യുക, അങ്ങനെ ഒരു. അപ്പോൾ അതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞത്. ആ ഫോമിലേക്ക് നമുക്ക് തന്ന ഡയഗ്രത്തെ നമ്മൾ മാറ്റണം, റീഡ്രോ ചെയ്യണം. അപ്പോൾ അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. സിമ്പിൾ ലോജിക്കാണ്. ഇതിന് കുറേ വിവരമല്ല ആവശ്യം, നല്ല ലോജിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കൂ, അതിലെ ഒരു ലോജിക്കാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ നിങ്ങൾ. ഈ പോയിൻ്റ് എന്താ? ABക്ക് അക്രോസിലാണല്ലോ ചോദിച്ചത്. ഇത് A. അങ്ങനെയാണെങ്കിൽ ഈ പോയിൻറ്റിൻ്റെ പേരെന്താ? പറയൂ. A തന്നെ. എന്താ കാരണം? ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടോ? ഇല്ല. അപ്പോൾ ഈ പോയിൻ്റ് ആണെങ്കിൽ ഈ പോയിൻ്റ് A തന്നെ. ഇനി നോക്കൂ, ഈ A പോയിൻ്റ് നോക്കൂ, കണക്ട് ചെയ്ത് നോക്ക്. ഇതാ ഇങ്ങനെ വന്ന് ഇതവിടെ എത്തി. അപ്പോൾ ഈ പോയിൻ്റ് ആരാ? എഗെയിൻ A. ഇതും A തന്നെ. നേരെ മറിച്ച് ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ A എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതാരാ? B.
അപ്പോൾ ഇതാരാ ബി. ഇനി ആ ബീനെ നോക്കൂ, നേരെ കണക്ട് ചെയ്ത് നോക്കൂ ഇങ്ങോട്ട്. അപ്പോൾ ഇതും ആരാ, ദിസ് ഈസ് ആൾസോ ബി, അതും ബി തന്നെ. മനസ്സിലായോ? ഇനി നമുക്ക് ഓരോ കപ്പാസിറ്റി നമുക്ക് വരക്കാം. ഇതാ ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചോനി. നോക്കൂ, ആദ്യം നോക്കൂ, ഞാൻ ഇതാ ഈ സെൻറ്ററിൽ ഈ കപ്പാസിറ്റർ വരയ്ക്കുക. ഏതും വരക്കട്ടോ, ഞാൻ സെൻറ്ററത്ത് വരയ്ക്കാന്ന് മാത്രം. നോക്കൂ അവിടെ ഇതാ ഈ 10 മൈക്രോഫാരഡ് അതിൻ്റെ ഒരെൻ്റെ അങ്ങോട്ടാണ് കണക്ട് ചെയ്ത് എയിലേക്ക്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എ, അത് അപ്പുറം അതൊക്കെ നിങ്ങളിഷ്ടം. എ, മറ്റേ എൻ്റെ അങ്ങോട്ടാ ബി, ഞാൻ ഇവിടെ കൊടുത്ത് ബി. അപ്പോൾ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇയാളെ കണക്ട് ചെയ്യാം, ഈ 5 മൈക്രോഫാരഡിൻ്റെ ഒരെൻ്റെ അങ്ങോട്ടാണ് കണക്ട് ചെയ്ത് നോക്ക് എയിലേക്ക്. ഇതാ എ, മറ്റേ എൻ്റെ അങ്ങോട്ടാണ് കണക്ട് ചെയ്ത് ബിയിലേക്ക്. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് 5 മൈക്രോഫാരഡ്. ഇനി അടുത്ത് നോക്കൂ, ഈ 15 മൈക്രോഫാരഡ് കണക്ട് ചെയ്യാം. 15 അതിൻ്റെ ഒരെൻ്റെ അങ്ങോട്ടാ എയിലേക്ക്. മറ്റേ എൻ്റെ ബിയിലേക്ക്. ആണോ? നോക്കൂ എത്ര ബ്യൂട്ടിഫുള്ളായി, എത്ര സിമ്പിളായി. ഇനിയിപ്പോൾ അത് ഏത് കോമ്പിനേഷനാണ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇത് പാരലൽ കോമ്പിനേഷനാണ്. എന്താ ചെയ്യേണ്ടത്? എല്ലാം ആഡ് ചെയ്യുക. 5 + 10 + 15 മൈക്രോഫാരഡ്. Therefore the final answer is the 15 + 50 30 microfarad is the final answer. Are you okay? ചെയ്ത മെത്തേഡ് മനസ്സിലായല്ലോ? ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഇടയിൽ ഇവിടെ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഉണ്ടോ? ഈ പോയിന്റ് നേരെ അങ്ങോട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ പോയിന്റ് നമ്മൾ എ എന്ന് വിളിച്ചത്. ഇതിനെ നേരെ നോക്കൂ, ഇങ്ങോട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് നമ്മൾ ബി എന്ന് വിളിച്ചത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. യെസ്, ഇത് വ്യത്യസ്ത എക്സാമുകൾക്ക് ഇത് കേരള എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, CBSE എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എൻട്രൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പല സ്ഥലങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലായില്ല, എനിക്ക് ക്വസ്റ്റ്യൻ ഡയഗ്രാം തന്നെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചില മാറ്റങ്ങൾ ഞാൻ വരച്ച ഡയഗ്രാമാണിത്. അപ്പോൾ ഞാൻ ചില മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, ഇവിടെ തിക്നെസ് ഇങ്ങനെ കൂട്ടി വരച്ചാണ് ഞാൻ വരച്ചാൽ. ഞാൻ ക്വസ്റ്റ്യൻ എവിടെയൊക്കെ കണ്ടണോ അവിടെ ഒന്നും ഇങ്ങനെ തിക്നെസ് കൂടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത് കാണുമ്പോൾ തന്നെ 2 ട്യൂണിങ് ഫോർക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച പോലെയാണ് എനിക്കന്ന് തോന്നിയത്. അങ്ങനെ തോന്നിയാൽ തന്നെ ഇതിന് ആൻസർ കിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ ചെയ്യണത് ഇങ്ങനെ നോക്കി എഴുതരുത്. നിങ്ങൾ സ്വയം അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ, കിട്ടിയോ കിട്ടിയില്ല ഒന്നും പ്രശ്നമില്ല, എന്നിട്ട് മാത്രമേ ഞാൻ ചെയ്യുന്ന സൊല്യൂഷൻ നിങ്ങൾ നോക്കാവൂ. നോക്കൂ, ഇവിടെ 4 മെറ്റാലിക് പ്ലേറ്റ്സ്. അപ്പം മനസ്സിലാക്കുക, ഇതാണ് ആ 4 പ്ലേറ്റ്. പിന്നെ ഇതൊക്കെ എന്താ? ഇതൊക്കെ കണക്റ്റിംഗ് വയേഴ്സാണ്. അത് മനസ്സിലാക്കാഞ്ഞാൽ തന്നെ പിന്നെ മുന്നോട്ടും കഴിയില്ല. ഉണ്ടോ? ഇതൊക്കെ എന്താ സാധനം? ഇത് വയേഴ്സാണ്, വയർ. അപ്പോൾ അത് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ബോൾഡാക്കി വരച്ചിട്ടുള്ളത്. ആ ഒക്കെ ഓരോന്നിൻ്റെ ഏരിയ ക്യാപിറ്റൽ എ, അറേഞ്ച്ഡ് വിത്ത് സെപ്പറേഷൻ ഡി. ഓരോന്ന് 2 എണ്ണം തമ്മിലുള്ള സെപ്പറേഷൻ എത്ര? സ്മോൾ ലെറ്റർ ഡി ഫ്രം ഈച്ച് അതർ ആസ് ഷോൺ ഇൻ ഫിഗർ എ ആൻഡ് ബി. ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ സിസ്റ്റം ഇൻ ഈച്ച് കേസ്. കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ കെയർഫുൾ ആവേണ്ട ഒരു സന്ദർഭം ഇവിടെ ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് നോക്കൂ, ഇതിങ്ങനെ നേരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിന്ന് എന്തൊക്കെ അറിയണം? ഇത് ആദ്യം അറിയേണ്ടത്, ഇവിടെ 4 പ്ലേറ്റുകളുണ്ട്. അത് ഇവിടെ ഉണ്ട് 4 പ്ലേറ്റ്. പക്ഷേ ഈ 4 പ്ലേറ്റുകൾ എത്ര കപ്പാസിറ്റേഴ്സ് ഫോം ചെയ്യുന്നു എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഈ 4 എത്ര കപ്പാസിറ്റേഴ്സ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എത്ര കപ്പാസിറ്റേഴ്സ് ഫോം ചെയ്തു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ അറിയേണ്ടത് ഇവർക്ക് എന്ത് കോമ്പിനേഷനാണിത്? സീരീസ് കോമ്പിനേഷനാണോ അതല്ല പാരലൽ കോമ്പിനേഷനാണോ? ഇതാണ് പിന്നെ നമ്മൾ അറിയേണ്ടത്. മനസ്സിലായല്ലോ? അത് 2 കേസിലും കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ പണി കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഇവിടെ എത്ര കപ്പാസിറ്റർ ഫോം ചെയ്യുന്നു എന്നറിയണമെങ്കിൽ ഇത് കപ്പാസിറ്റർ ആവുന്ന എപ്പോഴതിന് അക്രോസിൽ നമ്മൾ സെല്ല് കണക്ട് ചെയ്യുമ്പോഴാണല്ലോ ഇത് യൂസ്ഫുൾ ആവുന്നത്. അത് നോക്കൂ, ഇത് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പോവാം. ഇങ്ങനെ വരക്കൽ നിർബന്ധമില്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് കാണിക്കുന്നത് കേട്ടോ. ഇത് ഊഹിച്ചാൽ തന്നെ മതി. ഇവിടെ
മനസ്സിലായല്ലോ? അല്ലാതെ ഇതിങ്ങനെ വരക്കൽ ഒരു നിർബന്ധമില്ല. ഇത് പ്ലസ് ആണല്ലോ, ഇത് മൈനസ് ആണ്. അപ്പോൾ നോക്കൂ, ഈ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ എന്താ കിട്ടുക? പ്ലസ്. ഇവിടെ എന്താ? മൈനസ്. ഇവിടെ പ്ലസ് കിട്ടിയാൽ അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രത്തിൽ ഒരു ഭാഗത്ത് പ്ലസ് ഒരു ഭാഗത്ത് മൈനസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആശയം വ്യക്തമാവും. ഇത് വരക്കണം എന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പ്ലസ് കിട്ടിയാൽ ഈ പ്ലേറ്റിന് എന്താ കിട്ടുക? ഇത് പോസിറ്റീവായി. പിന്നെ പിന്നെ ആരായിട്ട് കണക്ഷൻ നോക്കൂ, ഇയാളായിട്ട്. അപ്പോൾ ഇയാൾക്കും എന്താണ്? പോസിറ്റീവ്. ഇത് നെഗറ്റീവാണ്, അപ്പോൾ ഇവിടെ എന്താണ്? നെഗറ്റീവ്. ഇവിടെ എന്താണ്? നെഗറ്റീവ്. മനസ്സിലായോ? യെസ്. ഇനിയാണ് എത്ര കപ്പാസിറ്റർ ഉണ്ട് എന്നുള്ള കാൽക്കുലേഷനിലേക്ക് ഇനിയാണ് പോകേണ്ടത്. നോക്കൂ, ഇവിടെ പ്ലസ്സും മൈനസും, അപ്പോൾ ഇത് കപ്പാസിറ്റർ 1. അതിൻ്റെ ഓപ്പോസിറ്റാണ് മൈനസ് പ്ലസ് കപ്പാസിറ്റർ 2, പ്ലസ് മൈനസ് കപ്പാസിറ്റർ 3. അപ്പോൾ 3 കപ്പാസിറ്റേഴ്സ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? 3 ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, C1, C2, C3. ഇനി ഓരോ കപ്പാസിറ്റൻസ് നോക്കുകയാണെങ്കിൽ നോക്കൂ, ഓരോന്നിൻ്റെ പ്ലേറ്റ് ഏരിയ എത്ര? ക്യാപിറ്റൽ എ. ഓരോന്നിൻ്റെ സെപ്പറേഷൻ എത്ര? ഡി. അപ്പോൾ ഒന്നിൻ്റെ കപ്പാസിറ്റി എത്ര? ε0 A/D. ഒന്നിൻ്റെത് ε0 A/D. ഇനി നമുക്ക് അറിയേണ്ട, അപ്പോൾ ഒന്നിൻ്റെതും മനസ്സിലായി. ഈ 3 കപ്പാസിറ്റൻസ്, അപ്പോൾ ഓരോന്നും ε0 A/D ആണ്, കാരണം സെപ്പറേഷൻ സെയിം ആണ്, പ്ലേറ്റ് ഏരിയ സെയിം ആണ്. ഇനി അറിയേണ്ടത് ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്നാ, സീരീസ് കോമ്പിനേഷൻ ആണോ പാരലൽ കോമ്പിനേഷൻ ആണോ എന്നതാണ് അടുത്ത് നമ്മൾ അറിയേണ്ടത്. സീരീസ് ആണോ പാരലൽ ആണോ? മനസ്സിലായോ? അതിന് നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ, സീരീസ് കോമ്പിനേഷൻ ആണോ പാരലൽ കോമ്പിനേഷൻ ആണോ എന്നറിയാൻ നമ്മൾ ചെയ്യേണ്ടത്, വെരി കെയർഫുൾ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കാണ്. എന്താ? ഒന്നാമത്തതിൻ്റെ പോസിറ്റീവ്, ഇതല്ലേ ഫസ്റ്റ് കപ്പാസിറ്റർ, അതിൻ്റെ പോസിറ്റീവ് എങ്ങട്ടാ? എയിലേക്ക്. രണ്ടാമത്തതിൻ്റെ പോസിറ്റീവ് എങ്ങട്ടാ? എയിലേക്ക്. മൂന്നാമത്തതിൻ്റെ പോസിറ്റീവ് എങ്ങട്ടാ? എയിലേക്ക്. അപ്പോൾ പോസിറ്റീവ് ഒക്കെ ഒരുമിച്ചാണ്. ഇനി നോക്ക്, ഒന്നാമത്തതിൻ്റെ നെഗറ്റീവ് എങ്ങോട്ടാ? ബി. രണ്ടാമത്തതിൻ്റെ നെഗറ്റീവ് അയാളെങ്ങനെയാണ്? ബി. മൂന്നാമത്തതിൻ്റെ നെഗറ്റീവ് നോക്കൂ, ബിയിലേക്ക്. പോസിറ്റീവ് ഒക്കെ ഒരുമിച്ച് നെഗറ്റീവ് ഒക്കെ ഒരുമിച്ച്. പറയൂ, ഏതാ കോമ്പിനേഷൻ? പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ നോക്കൂ, ഇഫക്റ്റീവ് കപ്പാസിറ്റി സി സീക്വൽ എന്താ? C1 + C2 + C3. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നിൻ്റെ എത്ര? ε0 A/D. അപ്പോൾ ε0 A/D അങ്ങനത്തെ എത്ര ഉണ്ട്? 3. 3 ε0 A/D ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? 3 ε0 A/D ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഒറ്റക്ക് നേരത്തെ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യന് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. പോസ് ചെയ്തോളൂ, വീണ്ടും ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ, മനസ്സിലായല്ലോ? ഓക്കെ, ഓൾറെഡി രണ്ടും കിട്ടിയതാണെങ്കിൽ മുന്നോട്ട് പോകാം. ഇത് തെറ്റിയവർക്ക് ഇനി ഇത് ശരിയാക്കാനുള്ളൊരു അവസരമാണിത്, അത് ഉപയോഗപ്പെടുത്തുക. ഞാൻ നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പോകാൻ നോക്കും. ഇവിടെ നമുക്ക് വേണേൽ സെല്ല് കണക്ട് ചെയ്യാം, വരക്കൽ നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും, ഇവിടെയും പോസിറ്റീവ്. ഇവിടെ നെഗറ്റീവ് ഉണ്ടാവും, ഇവിടെ നെഗറ്റീവ്. വ്യക്തമല്ലേ? ആണ്. ഇനി നോക്കൂ, നമ്മൾ നേരത്തെ പോലെ എത്ര കപ്പാസിറ്റർ നോക്കുക. പ്ലസ് മൈനസ് കപ്പാസിറ്റർ 1, മൈനസ് മൈനസ് കപ്പാസിറ്റർ ആണോ? അല്ല, മൈനസ് പ്ലസ് കപ്പാസിറ്റർ 2. അപ്പോൾ എത്ര കപ്പാസിറ്റർ ഇവിടെ ഫോം ചെയ്തിട്ടുള്ളൂ? 2. ഇനി നേരത്തെ പറഞ്ഞ പോലെ ആ കോമ്പിനേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്നാമത്തതിൻ്റെ പോസിറ്റീവ് എങ്ങട്ടാ? പിയിലേക്ക്. രണ്ടാമത്തതിൻ്റെ പോസിറ്റീവ് എങ്ങട്ടാ? അതും പിയിലേക്ക്. ഒന്നാമത്തതിൻ്റെ നെഗറ്റീവ് ക്യൂ, രണ്ടാമത്തെ നെഗറ്റീവ് ക്യൂ. അപ്പോൾ പോസിറ്റീവ് ഒക്കെ ഒരുമിച്ച്, നെഗറ്റീവ് ഒക്കെ ഒരുമിച്ച്. ഏതാ കോമ്പിനേഷൻ? പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ എന്താ ഇക്വേഷന്? C = C1 + C2. ഒന്നിൻ്റെത് എത്ര? ε0 A/D. അങ്ങനത്തെ എത്ര ഉണ്ട്? 2. 2 ε0 A/D ഈസ് ദ ഫൈനൽ ആൻസർ. മനസ്സിലായോ? നമുക്ക് വളരെ ചെറിയ ഒരു പാർട്ടാണ് നമ്മളിന്ന് സംസാരിച്ചിട്ടുള്ളത്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് നിങ്ങൾ വളരെ താമസിക്കാതെ തന്നെ നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തവണ വാച്ചിയിലല്ല പഠനം എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക. ആ പ്രോബ്ലംസ് നിങ്ങൾ ഡെറിവേഷൻ നോക്കുക. ചെറിയ ഡെറിവേഷനാണ്, സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ, ഡയഗ്രമൊക്കെ വരച്ച് ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ കൊടുത്ത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്, ദാറ്റ്സ് ആൾ ഫോർ ടുഡേ. താങ്ക് യു.